റിഹേഴ്സൽ എടുത്തപ്പോഴും ടേക്കിലൊന്നും അത്രയും നന്നായില്ല എന്ന് തോന്നിയിട്ട് ആൾക്കാർ ഭയങ്കരമായിട്ട് ചിരിച്ച ഏത് സീനായിരുന്നു? കിലുക്കത്തിൽ തന്നെ എടുത്താൽ കിലുക്കത്തില് മിക്കവാറും എല്ലാത്തിനും ആ ഒരു എഫേർട്ട് എടുത്തിട്ടുണ്ട്. അത് പ്രിയദർശൻ വളരെ കർക്കശമായിട്ട് അതിൽ നിന്നു. ഈ ക്യാരക്ടറിന്റെ ഇത് ശരിക്കും പ്രിയന്റെ കോൺട്രിബ്യൂഷൻ ആണോ? കോൺട്രിബ്യൂഷൻ ആണല്ലേ, കഥാപാത്രം പ്രിയന്റെ കോൺട്രിബ്യൂഷൻ ആണ്. പിന്നെ അതിൽ ആ കഥാപാത്രം ഓരോ തവണ അടികൊണ്ട് വീഴുമ്പോഴും അമ്പിളിച്ചേട്ടന്റെ മുഖം അങ്ങ് വക്രിച്ച് വേറെ രൂപത്തിലാവുന്നു. അല്ല, അത് ഈ അടി കൊണ്ട് വേദന ഇച്ചിരി ഹ്യൂമർ ആകുമ്പോഴത്തേക്ക് കുറച്ച് അധികം ചെയ്യണം. അത് ഏറ്റവും നന്നായിട്ട് ഹ്യൂമർ ചെയ്യാൻ അമ്പിളിച്ചേട്ടനെ പറ്റിയത് മോഹൻലാലാണോ? കൂടെ അഭിനയിക്കാൻ എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ. എനിക്ക് താല്പര്യം മോഹൻലാലാണ്. മോഹൻലാലിന്റെ പടത്തിലാണ് ഏറിയ കൂറും ഒരു 80% വരെ ഹാസ്യ കഥാപാത്രങ്ങൾ മോഹൻലാലിന്റെ കൂടെയുള്ള ചിത്രങ്ങളിലാണ്. ആ സമയത്ത് വളരെ ചുരുക്കമാണ് മമ്മൂട്ടിയുടെ ഞാൻ അഭിനയിക്കുന്നതെങ്കിലും വളരെ വിരലെണ്ണാവ് ചിത്രങ്ങൾ. അതിലെല്ലാം ഒരു ക്യാരക്ടർ സ്വഭാവമുള്ള വേഷങ്ങളാണ്. ഏത് സിനിമ എടുത്താലും അതിലൊരു ക്യാരക്ടർ ടച്ച് ഉണ്ട്. വെറും ഹ്യൂമറിനായിട്ട് അദ്ദേഹത്തിന്റെ കൂടെ എന്നെ കാസ്റ്റ് ചെയ്യാറില്ല. അതെന്താ അതിന്റെ രഹസ്യം? കാരണം അദ്ദേഹം ഒരു സീരിയസ് അല്ല, രാജമാണിക്കൊക്കെ ചെയ്ത് അല്ല, അത് ഞാനില്ലല്ലോ. രാജമാണി ഞാനില്ലല്ലോ. അല്ല, ഞാനില്ലത്. കാരണം ഈ രാജമാണിക്ക് എനിക്ക് ചെയ്യാം, ഞാൻ ചെയ്തിട്ടുള്ളതാണ് അത് എന്നെ സംബന്ധിച്ച്. പക്ഷെ മമ്മൂട്ടി ചെയ്യുമ്പോൾ അതിനൊരു വ്യത്യസ്തതയുണ്ട്. അതുവരെ സീരിയസ് ആയിട്ട് വളരെ ഗൗരവമുള്ള കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചപ്പോൾ ന്യൂഡൽഹി അങ്ങനെയൊക്കെയുള്ള ചിത്രങ്ങൾ അഭിനയിച്ച ഒരാള്, വടക്കൻ വീരകഥ അങ്ങനെയുള്ള ഒരാള് വളരെ ഈ പറഞ്ഞ വളരെ ഒരു സാധാരണക്കാരന്റെ വേഷത്തില് ഒരു തിരുവനന്തപുരം ഭാഷയും പറയുമ്പോൾ നമുക്കറിയാം അദ്ദേഹം തിരുവനന്തപുരംകാരനല്ല, വൈക്കത്തുകാരനാണ്, ചെമ്പ്. ഈ ഭാഷ പഠിക്കാനുള്ള ശ്രമം അദ്ദേഹം നടത്തി. മാത്രമല്ല ആസ്യത്തിൽ ചെമ്പ് പിത്തളയല്ല തെളിയിച്ചു. അതല്ല, അത് ആ കഥ അത് പ്രേക്ഷകന്റെ ഒരു പുതുമ കണ്ടു അദ്ദേഹത്തിൽ. അപ്പൊ അതുകൊണ്ടാണ് ചിത്രത്തിന്റെ വിജയം. ആ വൈവിധ്യമുള്ള ചില വൈവിധ്യമുള്ള കഥാപാത്രങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളെ ഒരു നടനാവുകയുള്ളൂ. നമ്മുടെ മലയാള സിനിമയിലെ മിക്ക ഹീറോസും നന്നായിട്ട് ഹ്യൂമർ ചെയ്യുന്നവരാണ്. ഇപ്പം ജയറാം ആയാലും ദിലീപ് ആയാലും ഒക്കെ നന്നായി മലയാളം ഭാഷയിലാണ് ഏറ്റവും കൂടുതൽ ഹ്യൂമർ ചെയ്യുന്ന നടന്മാരുള്ളതും ഏറ്റവും കൂടുതൽ പാടുന്ന നടന്മാരുള്ളതും സംവിധാനം ചെയ്യാൻ കഴിവുള്ള നടന്മാരുള്ളതും സ്ക്രിപ്റ്റ് എഴുതാൻ കഴിവുള്ള നടന്മാരുള്ളതും വേറെ ഒരു ഭാഷയിലും ഇല്ല. അമ്പിളിച്ചേട്ടൻ പഠിക്കുന്ന കാലത്തൊക്കെ എങ്ങനെയായിരുന്നു? നമ്മൾ വീണ്ടും സിനിമയിലേക്ക് ഒരു നല്ല വിദ്യാർത്ഥിയായിരുന്നു. ഒരു ശരാശരി പഠിത്തത്തിൽ ശരാശരി നിലവാരം പുലർത്തുന്ന ഒരു വിദ്യാർത്ഥി. അത്ര ക്ലാസ്സിൽ ഉഴപ്പായിരുന്നു. ആഭാസ വാക്കുകൾ പറയാം. അതാണ് ഏറ്റവും വലിയ, സ്കൂളിൽ പഠിച്ചപ്പോൾ ഏറ്റവും വലിയ വിരോധം തീർക്കുക എന്ന് പറഞ്ഞാൽ കായും പൂവും ചേർത്തങ്ങ് വിളിച്ച ഒരു തൃപ്തിയായി. കേൾക്കുന്നവൻ 5-6 എക്സ്ട്രാ ഞാൻ കേൾക്കാത്തത് പറഞ്ഞു തരും, അത് പഠിക്കുകയും ചെയ്യും. ഈ മോഹൻലാലിലേക്ക് തന്നെ നമ്മൾ തിരിച്ചു വന്നു. നമ്മൾ അതേമായിട്ടുള്ള കോമ്പിനേഷൻ ക്യാരക്ടേഴ്സ് ആണ് നമ്മൾ പറഞ്ഞു വന്നത്. അമ്പിളിച്ചേട്ടന് ശരിക്കും മോഹൻലാലിലൂടെ കുറച്ചധികം സിനിമകൾ ഇടയ്ക്ക് കുറച്ചു കാലം നിങ്ങൾ തമ്മിലൊരു ഗ്യാപ്പും വന്നു. അപ്പോഴൊക്കെ പുറത്ത് പ്രചരിച്ച വാർത്ത നിങ്ങൾ തെറ്റിന്നായിരുന്നു. അങ്ങനെ എന്തെങ്കിലും തെറ്റിലുണ്ടായോ? അങ്ങനൊന്നുമില്ല. ഈ അഭിപ്രായങ്ങൾ പറയുന്നത് ചിലപ്പോൾ മനസ്സിന് ഇഷ്ടപ്പെടാതെ അപ്രിയമായ സത്യങ്ങൾ അമ്പിളിച്ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ശിക്ഷ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. പറഞ്ഞാണോ ഇത്? പിന്നെ ശിക്ഷ ഏറ്റുവാങ്ങത്തില്ലല്ലോ. അത് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നു അറിഞ്ഞപ്പോഴത്തേക്ക് അതിന്റെ പരിഹാരം എന്താന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അല്ലാതെ ഞാൻ പിൻവലിച്ചിട്ടൊന്നുമില്ലോ, പറഞ്ഞൊന്നും പിൻവലിച്ചിട്ടില്ല. ശിക്ഷിക്കണേ ശിക്ഷിക്കാം, ശിക്ഷ തന്നു, ഞാനത് അനുഭവിച്ചു. അത് വേദന ഉണ്ടാക്കിയിട്ടുണ്ട്. അതെനിക്ക് വിഷമമുണ്ട്. നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പം ഒരാൾക്കൊരു വേദന ഉണ്ടാക്കിയെന്ന് അറിയുമ്പോൾ വിഷമമുണ്ടാവും. അങ്ങനെ വേദന ഉണ്ടാക്കിയതിൽ ഞാൻ ക്ഷമിക്കുന്നു. അല്ല, ഒരു നടനെ വിലയിരുത്തുമ്പോൾ അയാൾ പറഞ്ഞ അഭിപ്രായങ്ങളെയാണോ അയാളുടെ പ്രതിഭയാണോ വിലയിരുത്തേണ്ടത്? അമ്പിളിച്ചേട്ടന്റെ അഭിപ്രായം എന്താ കാര്യത്തിൽ? പ്രതിഭയാണ് വിലയിരുത്തേണ്ടത് അല്ലേ? പ്രതിഭയാണ് വിലയിരുത്തേണ്ടത്. ഇപ്പൊ കൊട്ടാരൻ ശ്രീധരൻ നായർ മദ്യപാനിയായിരുന്നു, PJ ആന്റണി മദ്യപാനിയായിരുന്നു എന്ന് പറയുന്ന കാര്യമില്ല. അതൊക്കെ മനുഷ്യ സഹജമായ ദൗർബല്യങ്ങളാണ്. വയലാർ സാർ മദ്യപിക്കുമായിരുന്നു, ലിവർ സിറോസിസ് വന്നാണ് അദ്ദേഹം മരിച്ചുപോയത്. ഏത് മനുഷ്യനും മരണം എങ്ങനെയും പറ്റാം. പക്ഷേ വയലാർ എന്ത് ചെയ്തു? കവിതാലോകത്ത് അദ്ദേഹം എന്ത് ചെയ്തു? ഗാനരചന സാഹിത്യത്തിൽ അദ്ദേഹം എന്ത് മുതൽക്കൂട്ട് നൽകി? കൊട്ടാര ശ്രീധരൻ നായർ എത്ര അനശ്വര കഥാപാത്രങ്ങളെ പ്രേക്ഷകന് നൽകി? PJ ആന്റണി മാസ്റ്റർ എത്ര ഈടുറ്റ നാടകങ്ങളും സതുദ്ദേശത്തോടുള്ള നാടകങ്ങൾ സമൂഹത്തിന് നൽകി? അത് വേണം വിലയിരുത്താൻ. അതാണ് എന്റെ അഭിപ്രായം. ആരെക്കുറിച്ചും, നടന്മാരെ കുറിച്ചല്ല. ഈ വ്യക്തിപരമായ സംഭവം, ഈ മദ്യപാന വ്യക്തിപരമായ കാര്യമാണെങ്കിൽ പോലും ഒരു ആർട്ടിസ്റ്റിനെ കൊന്നു തിന്നാൻ ഈ മദ്യത്തിന് കഴിയും. അമ്പിളിച്ചേട്ടന് നിയന്ത്രണ രേഖ കടക്കാതിരിക്കാൻ പ്രിക്കോഷൻ സ്വീകരിക്കാറുണ്ടോ? അത് അടി തുടങ്ങി 24 മണിക്കൂർ അടിക്കും? അങ്ങനെയല്ല. നമ്മൾ ഈ ചിലരുടെ അനുഭവങ്ങൾ വായിച്ചറിഞ്ഞറിയാം, നേരിട്ടറിയാം. പലരുടെ ആ അവസ്ഥയിലേക്ക് നമ്മൾ 14 മനുഷ്യൻ വീണ്ടും വിചാരം എന്ന് പറയുന്നത്. വിവേകം എന്ന് പറഞ്ഞാൽ എന്താണ്? അറിവ് വേറെ, വിവേകം വേറെ. അറിവുള്ള എല്ലാവർക്കും വിവേകം ഉണ്ടാകണമെന്നില്ല,
വിവേകമുള്ള എല്ലാവർക്കും അറിവുണ്ടാകണമെന്നുമില്ല. അപ്പോൾ അത്തരം അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ അങ്ങനെ പോകാൻ പാടില്ല എന്ന് സ്വയം ഒരു തീരുമാനം എടുക്കണം. നമുക്കറിയാം, പല കുടിച്ച് തറവാടുകൾ നശിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയുടെ മകൻ സീർട്ട് വലിക്കോ മദ്യപിക്കോ ചായ പോലും കുടിക്കാത്ത സുഹൃത്തുക്കൾ എനിക്കുണ്ട്. അപ്പോൾ അവൻ പറയും, എൻ്റെ അപ്പൻ ഇങ്ങനാടാ പോയത്, ഉള്ളതെല്ലാം അദ്ദേഹം നശിപ്പിച്ചു. അമ്മ ഒരുപാട് ഇരുന്ന് കരയുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ ശീലം വേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ മക്കളുണ്ട്. അല്ല, അങ്ങനെ മക്കളുണ്ട്. ഇനിയൊരു സെറ്റുണ്ട്. അപ്പനടിച്ചു കളഞ്ഞു, ഞാൻ അപ്പന്റെ പോലെ ഞാനും അടിച്ച് കളയാനുള്ളതൊക്കെയുള്ളു. അമ്മ ഇരുന്ന് കരയട്ടെ, എന്റെ ഭാര്യ ഇരുന്ന് കരയട്ടെ, കരഞ്ഞോണ്ട് പോട്ടെ എന്ന് പറയുന്നവനും മകനാണ്. ഏത് മകന്റെ കൂടെയാണ് പൊതുജനം എന്നുള്ളത് അവർ തീരുമാനിക്കും. അത് അവരുടെ വിവേക ശക്തിയെ ആശ്രയിച്ചിരിക്കും. നമുക്ക് കുടിയന്റെ കൂടെ കൂടാ എന്ന് പറഞ്ഞാൽ കുടിക്കും എന്ന് അവൻ പറഞ്ഞാണ് ശരി, അത് പാടില്ല. അപ്പൊ ഈ മദ്യം എന്നൊക്കെ പറഞ്ഞാൽ നല്ലൊരു സുഹൃത്താണ്. അത് നിർത്തേണ്ടടുത്ത് നിർത്തണം. അവൻ അടുക്കള വരെയും കയറ്റി വിട്ടാലുണ്ടല്ലോ, അവൻ ജീവിതവും കൊണ്ടുപോകും, കുടുംബവും കൊണ്ടുപോകും. അങ്ങനെ പലരും അടുക്കള വരെ കയറ്റി വിട്ടവരാണ്. അവൻ ഇറയത്ത് ആ വരാന്തയിൽ ഒരു കസേര ഇട്ട് കൊടുത്ത് അവിടെ ഇരുത്തുക, സമയമാകുമ്പോ ശരി പിന്നെ കാണാൻ തുടങ്ങി വിടുക. ചേട്ടന്റെ നേരെ മുഖത്താണ് ഞാനിപ്പോ നോക്കുന്നത്. ഇതുവരെ എവിടെയാ നോക്കിക്കൊണ്ടിരുന്നത്? അപ്പോട്ട് വരുന്ന അല്ല, ഇതുവരെ ഞാൻ എന്റെ മുഖത്ത് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് ഇതുവരെയുള്ള എന്റെ വിചാരം. പെട്ടെന്ന് ഇപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞപ്പോ ഞാൻ അത്ഭുതം, ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്. അപ്പൊ എന്റെ മുഖത്തെ ഭാവഭേദങ്ങളൊന്നും ശ്രീകണ്ഠൻ ശ്രദ്ധിച്ചില്ലേ? രാവിലെ ഓക്കെ പറഞ്ഞു. അമ്പിളിച്ചേട്ടൻ മീശ വയ്ക്കാറില്ലേ? ഇല്ല. എന്താ? പല ചിത്രങ്ങൾക്ക് പല മീശ. കള്ളുകൂടിനൊരു മീശ, മറ്റേ ഈ ശൃംഗരിച്ചുകൊണ്ട് നടക്കുന്ന ഒരു പഞ്ചാര കുഴമ്പ് മീശ, അല്ലാതെ കഞ്ചാവടിച്ച് കിടക്കുന്ന ഒരു മീശയും താടിയും. ഞാൻ കാണുന്ന കാലം പ്ലെയിനാ. അത് കാരണം നമ്മുടെ പ്ലേ ഗ്രൗണ്ട് ഇതാണ് എന്റെ അഭിപ്രായത്തിൽ. ഒരു അഭിനേതാവിന്റെ അഭിപ്രായത്തിൽ അവന്റെ കളം എന്ന് പറയുന്ന അവന്റെ മുഖമാണ്. അപ്പൊ അവിടെ ഈ മേക്കപ്പ് മാൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് എന്ത് കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ടായിരിക്കണം. ഒരു വലിയ മീശ വെക്കണമെങ്കിലോ ഒരു താടി വെക്കണമെങ്കിലോ അതെ. കാരണം ഇപ്പൊ ഈ രൂപത്തിലല്ലല്ലോ. ഇപ്പൊ ഒരു ബ്രാഹ്മണന്റെ വേഷം, അല്ല ഒരു മേൽശാന്തിയുടെ വേഷം, മുഖക്ഷൗരം ചെയ്ത്, അല്ലെ ക്ലീൻ ഫേസ്, ഒരു അമ്പലവാസിയുടെ വേഷം, അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഇതൊരു വലിയ ഘടകമാണ്. അല്ലാതെ ഒരേ രീതിയിലുള്ള മീശയും അതേ രീതിയിലുള്ള ഹെയർ സ്റ്റൈലും വെച്ച് പോയി കഴിഞ്ഞാൽ ഒരേപോലെ തോന്നുകയല്ല. അതെ, ആ ചോദ്യം അല്ല, ഇത് മിക്കവാറും പ്രേക്ഷകർ പലരും ചോദിക്കും. ഞാൻ ഈ ഡയലോഗ് താളവട്ടം എന്ന് ചോദിക്കാറുണ്ട് പലപ്പോഴും. അത് എൻജോയ് ചെയ്തിരിക്കുന്നു. ഈ അമ്പിളിച്ചേട്ടൻ ഇട്ട പല ഫ്രേസുകളും മലയാളികളുടെ അവരുടെ ഫലിതബോധത്തിന്റെ കൂടെ ഉണ്ട്. ഇപ്പൊ അമ്പിളിച്ചേട്ടൻ ഇപ്പൊ നമ്മൾ ഇതുവരെ പുരുഷന്മാരെ കുറിച്ച് സംസാരിച്ചത്, സ്ത്രീകളും ഉണ്ടല്ലോ നന്നായിട്ട് കോമഡി ചെയ്യുന്നവര്. അമ്പിളിച്ചേട്ടന് കൂടുതൽ കോമഡി ഇത് കൽപ്പനയാണോ? കൂടുതലും കൽപ്പനയാണ്. കൂടുതൽ സീനിൽ കൂടെ നിന്നാൽ നമുക്ക് അഭിനയിക്കാൻ ഒരു പ്രേരണയും, നമ്മൾ കൊടുക്കുന്ന റിയാക്ഷൻ അനുസരിച്ച് ഇങ്ങോട്ട് റിയാക്ട് ചെയ്ത് തരാനും, പിന്നെ വളരെ ഹ്യൂമറസ് സെൻസ് ഉള്ള ഒരു നടിയാണ് കൽപ്പന. തമാശയൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അതിന്റെ തമാശ ആലോചിച്ചിരിക്കും. അതുപോലെ സ്വന്തമായിട്ടൊക്കെ ഈ നമ്മൾ കയ്യിൽ നിന്ന് ഇടുക എന്ന് പറയില്ലേ, മനോധർമ്മം എന്നാണ് അതിന്റെ കറക്റ്റ് വാക്ക്. മനോധർമ്മം അനുസരിച്ച് ചില വാക്കുകൾ പറഞ്ഞാൽ അനുസരിച്ച് ഞാനും പ്രതികരിക്കും. അപ്പൊ ഒരു ഗിവ് ആൻഡ് ടേക്ക് ഉള്ളത് നല്ലതാണ്. അല്ല, അങ്ങനെ ആർട്ടിസ്റ്റിനോട് നമുക്ക് അങ്ങനെ ചെയ്യാൻ ചില ഡയറക്ടേഴ്സ് അനുവദിക്കും. സംവിധായകന്മാരെ വിലയിരുത്തും. ചേട്ടൻ നമ്മൾ പേരൊന്നും ചോദിക്കുന്നില്ല, എങ്കിലും ഇങ്ങനെയുള്ള നമ്മളുടെ ചില മനോധർമ്മം അനുസരിച്ച്, ചേട്ടന്റെ ഭാഷയിൽ തന്നെ പൊതുവെ പറയുന്ന രീതി, മനോധർമ്മം അനുസരിച്ച് ഇപ്പം ചില സാധനങ്ങൾ ഇടണമെന്ന് തോന്നി, അപ്പൊ നിങ്ങൾ റിഹേഴ്സലൊക്കെ ചെയ്തു. ഈ അത് തടയുന്ന സംവിധായകരുണ്ട്. സംഭവം കൊള്ളാം, പക്ഷെ എന്റെ പടത്തിൽ വേണ്ട. ഉണ്ട്. അത് ചില സന്ദർഭങ്ങളിൽ ആ മനോധർമ്മം ശരിയാവില്ല. ഉദാഹരണത്തിന് ഹ്യൂമറസ് ചിത്രങ്ങളിൽ, ഹാസ്യ സിനിമകളിൽ ഈ മനോധർമ്മത്തിനനുസരിച്ച് ഒന്നോ രണ്ടോ വാക്കുകളൊക്കെ നമുക്ക് ഇടാം, ചില ആക്ഷൻസ് കൂട്ടി ചെയ്യാം. പക്ഷെ ആ സമയത്ത് ഇപ്പൊ പഴശ്ശിരാജ അഭിനയിച്ചുകൊണ്ടിരിക്കുക. പഴശ്ശിരാജ പോലൊരു പടത്തിലൊക്കെ ഈ പറഞ്ഞ പോലെ ഇന്നതേ പറയാവൂ, ഇന്ന എക്സ്പ്രഷൻസോടുകൂടി ഇത്ര വരികൾ മതി എന്നൊക്കെ വളരെ വ്യക്തമായ ഒരു ഗ്രഹപാഠം സംവിധായകൻ്റെ ഉണ്ട്. സ്പെഷ്യലി ഹരിഹരൻ സാറിനൊക്കെ അതിനനുസരിച്ച് അതിനകത്ത് നിന്നുകൊണ്ട് ആ കഥാപാത്രത്തെ അവതരിപ്പിക്കാനേ നമ്മളോട്. ഈ അങ്ങനെ റെസ്ട്രിക്ഷൻ വന്ന ജഗദീഷ് ശ്രീകുമാറിന് ഒരു അത് വേറൊരു കഥാപാത്രമായിട്ട് മാറും. പ്രശ്നമല്ല, അത് ഹ്യൂമർ അല്ല. ആ പിന്നെ ഈ പഴശ്ശിരാജയിൽ ഞാൻ ഹ്യൂമർ കഥാപാത്രം അല്ല പ്രതികരിക്കുന്നത്. ആ കാലഘട്ടത്തിൽ കണ്ണോത്ത് നമ്പ്യാർ ജീവിച്ചിരുന്ന ഒരു കഥാപാത്രമാണ്. അദ്ദേഹത്തിന്റെ വീട് ഇപ്പോഴും ഉണ്ട് അവിടെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് പിൻതലമുറക്കാരുണ്ട്. അദ്ദേഹത്തിന്റെ വ്യക്തമായ ജീവചരിത്രം എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്.
അപ്പോൾ അതൊക്കെ ഭയങ്കരമായിട്ടൊരു ഗവേഷണം നടത്തിയാണ് MT സാർ ഇതിന് സ്ക്രിപ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ആ നമ്പ്യാർ, അക്കാലത്ത് നമ്പ്യാർ സമുദായം ഉപയോഗിച്ചിരുന്ന ഭാഷ, അതിൽ നിന്നൊക്കെ വിട്ടൊരു വാക്ക് വരരുത്. പത്മനാഭൻ ചേട്ടനും അങ്ങനെ പറയുമായിരുന്നു. ഒരിക്കൽ ഞാനിതുപോലൊരു വാക്കിട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, അമ്പിളി, ഞാൻ 5-8 മാസം ആലോചിച്ച് ആ കോവളത്തൊരു ഹോട്ടലിൽ ചെന്നിരുന്ന് ഉറക്കളച്ച് എഴുതിയതാണ് ഈ വാക്കുകളൊക്കെ. അമ്പിളി പറഞ്ഞ വാക്കും ഉണ്ടെന്ന് എനിക്കറിയാം, നിഘണ്ടുവിലുള്ള വാക്കാണ് പറഞ്ഞത്. പക്ഷെ ഇപ്പം ഇത് പറഞ്ഞാൽ മതി. ഞാനിത് നമ്മുടെ ഈ സംസാരം നേരിട്ട് ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് കട്ട് ചെയ്യുക. അവിടെ ഒരു സമയത്ത് 2006 തോന്നുന്നു, അമ്പിളി ചേട്ടനെ കാത്ത് 3 പേര് കൊടയം പിടിച്ചോണ്ടപ്പോൾ 3 പ്രൊഡ്യൂസർമാരുടെ ആൾക്കാർ 3 ലൊക്കേഷനിലേക്ക് അടിച്ചോണ്ട് പോകാനാണ്. അമ്പിളി ചേട്ടൻ ട്രെയിനിന്റെ അപ്പുറം ഇറങ്ങി വേറെ പ്രൊഡ്യൂസറോട് അങ്ങനെ പോയിട്ടുണ്ട്. അങ്ങനെ പോയിന്റ് വന്നിട്ടുണ്ട്. ഈ ലൊക്കേഷൻ അമ്പിളി ചേട്ടനെ അടിച്ചു മാറ്റി അങ്ങനെ കൊണ്ടുപോകാറുണ്ട്. അതിനൊക്കെ വഴങ്ങി കൊടുക്കാറുണ്ട്. ഞാനായിട്ട് നിങ്ങൾ വന്ന് എന്നെ കൊണ്ടുപോക്കണം, അല്ലാതെ എനിക്കായിട്ട് വരാനൊക്കില്ല. കാരണം ഒരേ ദിവസം തന്നെ 3 പേര് ചോദിക്കുക. ഒരാൾക്ക് നേരത്തെ വാക്ക് പറഞ്ഞു പോയി, ഡയറി ഉണ്ട്, ഒരാൾക്ക് തന്നെ വാക്ക് പറഞ്ഞു പോയി. അതുപോലെ വേറൊരു സ്ഥലത്തും കൂടി ഇതേ സമയത്ത് പോകണമെന്നില്ല ഓഫേഴ്സ് ചിലപ്പോൾ വരും. വന്നാൽ ചില അത് കാരണം ഒന്ന് ഒരു സഹാനുഭൂതിയുടെ രീതി കൊടുക്കുന്ന, അല്ലെങ്കിൽ പഴയ സുഹൃത്ബന്ധത്തെ ആലോചിച്ച് കൊടുക്കുന്നു, അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് ഒരു സിനിമ സംവിധാനം ചെയ്തിട്ടും ഇതുവരെ ഒരു കരയ്ക്കെത്താത്ത ഒരാൾ വീണ്ടും വന്ന് എങ്ങനെയെങ്കിലും ഒരു 5 ദിവസം തരണമെന്ന് പറയുമ്പോൾ എനിക്കൊരിക്കലും അവരോട് സാധ്യമല്ല എന്ന് പറയാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. സാധ്യമല്ല എന്ന് പറയണമെന്നുണ്ട്, ഇതുവരെ സാധിക്കുന്നു. KPC സണ്ണി ഒരിക്കലും ഒരു പരിപാടി പങ്കെടുത്ത് എന്നോട് പറയുണ്ടായി കേട്ടോ, ബലാത്സംഗം ചെയ്ത് ഊപ്പാട് വന്നു എന്നുവെച്ചാൽ ഒരു 10-170 സിനിമയിൽ റേപ്പ് ചെയ്തു. അതും പ്രശസ്തരായ ജയഭാരതി പോലെ പ്രശസ്തരായ നടിമാരുടെ കൂടെയാണ് ഈ സീനൊക്കെ അഭിനയിച്ചത്. വലിയ പേടിയായിരുന്നു, ടെൻഷനായിരുന്നു. അപ്പൊ അമ്പിളി ചേട്ടന് ഒരു അവസരമൊക്കെ അന്വേഷിച്ച് നടക്കുന്ന ഒരു സമയമുണ്ടല്ലോ ജീവിതത്തിന്റെ ഫസ്റ്റ് ഹാഫ്, ആ ആദ്യ പകുതിയിൽ ഇങ്ങനെയൊക്കെയുള്ള വേഷങ്ങൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു? ഇല്ല. ഒന്നാമത്തെ കാര്യം, അന്ന് വളരെ കൃഷഗാത്രനും കൃഷഗാത്രനും വളരെ മെലിഞ്ഞ ശരീരമായിരുന്നു എന്റേത്. 2 ഇന്ദ്രന്റെ പകുതി വരും. ഞാൻ ഓർക്കുന്നു ഇതുവരെ അതെ, അന്നത്തെ ഫാഷൻ അതാ. ഇന്നിപ്പം വീതുളി ഫാഷൻ അല്ല. ഇനി വീതുളി ഫാഷൻ ആയാൽ ഞാൻ അത് വീണ്ടും വെക്കും. കാരണം കാലത്തിനനുസരിച്ച് കോലം മാറുന്നല്ല. അതിനനുസരിച്ച് പണ്ട് വരേ മീശയായിരുന്നു, ഇപ്പൊ തിക് മുസ്റ്റാഷാണ്. അത് മേൽച്ചുണ്ട് മറഞ്ഞു കിടക്കുന്ന മീശയാണ് ഇപ്പോൾ. അതൊക്കെ ഓരോരോ കാലാകാലം. ഇപ്പോ ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു പയ്യനെ കണ്ടു, ഈ കൃതാവിൽ ഇങ്ങനെ 2 വര ബ്ലേഡും ഉണ്ട്. ഇങ്ങനെ വരച്ചു വെച്ചിരിക്കുന്നു. അതൊരു ഫാഷൻ. ചോദിച്ചോ പറഞ്ഞാൽ അതൊരു ഫാഷനാണ് ചേട്ടാ ഇപ്പൊ. അത് പോട്ടെ, അത് നമ്മൾ വിടുക. അല്ല, അന്നത്തെ അവസ്ഥയിൽ കൊള്ളാം, റേപ്പിനൊന്നും എന്നെ വിളിക്കുകയല്ലോ. അന്ന് ഇച്ചിരി കട്ടിയും കനവും ഒക്കെ ഉള്ള ഒരു എസ്റ്റേറ്റ് മുതലാളി ആഗ്രഹിച്ചിരുന്നു. അല്ല, കിട്ടിയാ ചെയ്യാൻ ആഗ്രഹം ഇപ്പോഴും ഉണ്ട്. ആഗ്രഹം ഇപ്പോഴും ഉണ്ട്. ക്യാമറയുടെ മുമ്പിൽ ആഗ്രഹം ഇപ്പോഴും ഉണ്ട്. പക്ഷെ അതിനെന്നെ വിളിക്കാറില്ല. ഇടയ്ക്ക് അതൊരു പടത്തിലെങ്ങാണ്ട് സുചിത്ര മാനഭംഗപ്പെടുത്തിയിട്ട് ഒരു പിന്നെ അവള് ഗർഭിണിയായി തുടർന്ന് കഥ പോകുന്നത്. ജഗദീഷാണ് അതിലെ നായകൻ. അപ്പൊ എന്നോട് ഇങ്ങനെയാണ് ആ സംഭവം, എനിക്കൊന്നുമില്ല, കാശ് എത്ര രൂപ അനിയാ. ഇതിന് ഓവർ ചാർജ് ചെയ്യാറുണ്ടോ? അങ്ങ് ഓവർ ചാർജ് സെയിം ചാർജ്. എനിക്കറിയേണ്ടത് ബലാത്സംഗം അഭിനയിക്കാം, അതിനെന്ത് കാശ് തരും? എന്റെ ജോലി അഭിനയമാണല്ലോ, ഇത് തൊഴിലാണല്ലോ. അതിന്റെ കാശ് എനിക്കറിയില്ല, ഒന്നും പ്രോബ്ലം ഇല്ല. അല്ല തന്നെയല്ല, മിസ്റ്റർ വിനയൻ